ഹലോ, ഇന്നലെ സൺഡേ ആയിരുന്നല്ലോ. ഞങ്ങളുടെ ക്ലാസ്സൊക്കെ ഏകദേശം കഴിയാറായി കേട്ടോ. എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇന്നലെ നമുക്ക് എന്ത് എക്സാം ആയിരുന്നു? നമ്മുടെ വൈവയും അതുപോലെ പ്രാക്ടിക്കലും ആയിരുന്നു കേട്ടോ. അതിൻ്റെ ആ ഒരു ക്യൂരിയോസിറ്റിയിലാണ് ഇവന്മാരെല്ലാം ഇങ്ങനെ നിൽക്കുന്നത്. എൻ്റെ എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അദ്ദേഹത്തിന് ഓർപ്പിച്ചപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് തന്നെ വീഡിയോ എടുക്കുന്ന കാര്യം. കാരണം നമുക്കിങ്ങനെ എക്സാം എന്ന് പറയുമ്പോൾ കുഞ്ഞ് ക്ലാസ് മുതൽ ഇങ്ങേയറ്റം ഇത്ര വയസ്സായപ്പോൾ നമുക്ക് ടെൻഷനാണ്. എക്സാം എങ്ങനെയാണ് ഇങ്ങനെ വൈവ പറയും, നമുക്ക് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് അതിനകത്താണ് എക്സാമിന് ഓരോ ആൾക്കാരെ വെച്ച് കയറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇവരെല്ലാം ക്യൂ നിൽക്കുവാണ്. നമ്മൾ കുറച്ച് പേര് കഴിഞ്ഞ് കേട്ടോ. ഇവരിപ്പോൾ തൊട്ട് പുറകെ ഇറങ്ങി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്. എന്താണ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? കൂളായിട്ട് നിൽക്കുവാണ്, കുഴപ്പമില്ല, എക്സാമിന് വേണ്ടി തന്നെ നിൽക്കാം. ഞങ്ങൾ അങ്ങോട്ട് കയറി നിന്നു കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുവാന്ന് പറഞ്ഞു. ഇറങ്ങുന്ന വഴിക്ക് കണ്ട സീനാണിത്. എക്സാം ഞങ്ങൾ പകുതി പേര് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ എക്സാമിന് വരുന്നതേ ഉള്ളൂ. 10 മണി പറഞ്ഞിട്ട് വരുന്ന സമയമാണ് കാണുന്നത് കേട്ടോ. ഞങ്ങളുടെ ഇത്രയും പേരുടെ എക്സാം കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ സന്തോഷമാണ്. ആദ്യം കുറച്ച് ടെൻഷനായിരുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് എക്സാം കഴിഞ്ഞതിൻ്റെ സന്തോഷമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം ഇതിനെ കഴിഞ്ഞവർക്ക് പോകാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഇതുവരെ ടൈം അവിടെ സ്പെൻഡ് ചെയ്തില്ല. കാരണം നമുക്ക് വീട്ടിലെത്താൻ കുറച്ച് ടൈം എടുക്കുമല്ലോ, അതുകൊണ്ട്. പിന്നെ അതുമല്ല, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. പിന്നെ വേറെ കുറേ പ്ലാനെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ചിന്നുവിന് വേണ്ടിയിട്ട് ഒരു ലെഗിൻസും പിന്നെ അതുപോലെ ഈ കൈ കാണുന്ന ഗോൾഡൻ കളറിലെ സിൽവറിൻ്റെ ലെഗിൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ എന്നാ വിലയാണെന്നറിയോ? 900 രൂപയാണ് ഒരെണ്ണത്തിന്. അപ്പം ഞാൻ പറഞ്ഞു ഒരെണ്ണം വാങ്ങിച്ചാൽ മതി ശംഖു, വെറുതെ പൈസ കളയേണ്ട കാര്യമില്ല. എൻ്റെ എക്സ്പ്രഷൻ അതാണ്. എൻ്റെ ഇത്രയും പൈസയോ എന്നാണ് പറയുന്നത്. എന്നിട്ട് പറഞ്ഞപ്പോൾ ശംഖു നമുക്കൊരു ടോപ്പും കൂടി എടുക്കാമെന്ന് പറയും. അങ്ങനെ ടോപ്പ് നോക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എല്ലാം ഇങ്ങനെ നോക്കണമല്ലോ. അപ്പോൾ അത് കോഡ് സെറ്റായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. ശംഖു സമയം തരത്തില്ലെന്ന്. എനിക്കിഷ്ടമല്ല ശംഖുവിൻ്റെ കൂടെ തുണി എടുക്കാൻ പോകും. തുണിയെടുത്ത് എനിക്കാണെങ്കിൽ കുറച്ച് ടൈം വേണം. കണ്ണനാണെങ്കിൽ പ്രശ്നമില്ല, അവിടെ എവിടെയെങ്കിലും ഫോൺ നോക്കിക്കൊണ്ടിരുന്നു. ഇവനാണെങ്കിൽ ധൃതി പിടിച്ചു എടുക്കുക പോകാം. നമ്മൾ എന്തായാലും കാശ് കൊടുത്തെടുക്കുക. കുറച്ച് സമയം തന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല നോക്കി എടുക്കാം. നമ്മൾ കുറച്ച് നേരം നോക്കിയാൽ മാത്രമേ നമുക്ക് നല്ല കിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. കാരണം ചിലപ്പോൾ വില കുറഞ്ഞതോ അല്ലെങ്കിൽ നല്ല മെറ്റീരിയലോ ഒക്കെ കിട്ടുന്നത് നമ്മൾ കുറച്ച് നേരം നോക്കണം. അല്ലാണ്ട് പെട്ടെന്ന് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് ചെന്ന് നടക്കുകയില്ല. ചിന്നും കണ്ണനൊക്കെയാണ് വലിയ പ്രശ്നമില്ല കേട്ടോ. നല്ലോണം നമ്മുടെ കൂടെ നിന്നോളും. ചിന്നു പിന്നെ ഓൾറെഡി വലിയ പ്രശ്നം വലിയൊന്നുമല്ല. ചിന്നു നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. കണ്ണനാണെങ്കിലും പ്രശ്നമില്ല. ശംഖുവിനെ കൊണ്ട് എനിക്ക് കടയിൽ കയറാൻ ഇഷ്ടമേ ഇല്ല. അവസാനം എന്താണെന്നറിയോ, എനിക്കൊരു ടോപ്പ് എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ എനിക്ക് ടോപ്പ് എടുത്തില്ല. അതിന് വേറെ തലയണയും എടുത്ത് ചിന്നുവിനൊരു ടോപ്പും അതുപോലെ ലെഗിനും എടുത്ത് ഞങ്ങൾ യാത്ര തിരിച്ചു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.